ഇന്ന് നമ്മൾ കേക്കിൻ്റെ മുകളിൽ നല്ല ഭംഗിയായിട്ട് ആൽഫബറ്റ്സിൽ എങ്ങനെ പേരെഴുതാന്നുള്ളതാണ് കാണിക്കുന്നത്. ഒരുപാട് ആളുകൾ ചെയ്യുന്ന കാര്യം തന്നെയായിരിക്കും. വളരെ സിമ്പിളാണ് ഇത് ചെയ്യാനായിട്ടും. ഒരു മോൾഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ കുറേ പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ് വേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഡാർക്കും എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ഇത്തിരി വൈറ്റും എടുത്തിട്ടുണ്ട്. ഇതിന് പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു അളവ് പറയാനൊന്നുമില്ല. നമുക്ക് എത്രത്തോളം ഇപ്പോൾ ലെറ്റേഴ്സ് ഉണ്ടാക്കാൻ എത്രത്തോളം വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് എടുക്കുക. ഇപ്പോൾ ഒരു അരക്കപ്പ് വീതമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പം ആദ്യം ഇതൊന്ന് മെൽട്ടാക്കി എടുക്കണം. അപ്പോൾ ചോക്ലേറ്റ് എങ്ങനെയാണ് മെൽറ്റ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ മുൻപ് അതിനായിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ തന്നെ കൊടുക്കാം കേട്ടോ. കാണാത്തവർ സംശയമുള്ളവർക്ക് വേണമെങ്കിൽ അതിലൊന്ന് നോക്കിയാൽ മതിയാകും. ഓവൻ ഇല്ലാതെ ചെയ്യുന്ന രീതിയിൽ അത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഫ്രിഡ്ജിലാണ് ചോക്ലേറ്റ് സൂക്ഷിക്കുന്നത് എന്നുണ്ടെങ്കിൽ മെൽട്ടാക്കുന്നതിൻ്റെ കുറച്ച് മുൻപ് പുറത്തെടുത്ത് വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അതുപോലെ തന്നെ ഇത് മെൽട്ടാക്കാൻ വേണ്ടി എടുക്കുന്ന പാത്രത്തിലോ അല്ലെങ്കിൽ ഇളക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സ്പൂണിലോ ഒന്നും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവരുത് കേട്ടോ. വെള്ളത്തിൻ്റെ അംശം ഉണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നല്ല രീതിയിൽ മെൽട്ടാക്കി എടുക്കാനായിട്ട് പറ്റില്ല. അപ്പം ഈ ചോക്ലേറ്റ് രണ്ടും ഞാനൊന്ന് മെൽട്ടാക്കി എടുത്തിട്ട് വരട്ടെ. ഇതുപോലുള്ള സിലിക്കൻ്റെ മുകളിൽ ചോക്ലേറ്റ് മെൽട്ടാക്കി ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ആൽഫബറ്റ്സ് റെഡിയാക്കി എടുക്കുന്നത്. ഇതിപ്പോൾ ഞാനിവിടെ ഓൺലൈനിൽ സൂക്കിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഒരു 20 ദിറംസേ ആയിട്ടുള്ളൂ. ഇപ്പോൾ നാട്ടിലൊക്കെ ആവുന്ന സമയത്ത് 100 രൂപ 150 രൂപയ്ക്കൊക്കെ കേക്കിൻ്റെ സാധനങ്ങൾ കിട്ടുന്ന ഷോപ്പിലും ഓൺലൈനിൽ ആമസോണിലൊക്കെ ആണെങ്കിലും കിട്ടുന്നുണ്ട്. ഈ ലെറ്റേഴ്സ് അല്ലാതെ കർസീവ് റൈറ്റിംഗ് ആയിട്ട് നല്ല ഭംഗിയിലുള്ള ലെറ്റേഴ്സൊക്കെ ഉണ്ടല്ലോ, ആ ഒരു രീതിയിലൊക്കെ ഉള്ള മോൾഡ് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഇനി നമ്മൾ മെൽട്ടാക്കി എടുത്തിട്ടുള്ള ചോക്ലേറ്റ് ഉണ്ടല്ലോ, അതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ടാണ് ആ ഒരു മോൾഡിലേക്ക് ഒഴിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ബട്ടർ പേപ്പർ കൊണ്ട് ജസ്റ്റ് ഒന്ന് കോണാക്കി എടുത്തിട്ടുള്ള പൈപ്പിംഗ് ബാഗാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് സൗകര്യം എന്നുണ്ടെങ്കിൽ അതെടുക്കാം. എന്നിട്ട് നമ്മൾ മെൽട്ടാക്കി എടുത്തിട്ടുള്ള ചോക്ലേറ്റ് ഉണ്ടല്ലോ, അത് മൊത്തത്തിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ചെറുതെടുക്കുന്ന സമയത്ത് പുറകിലൂടെ ചോക്ലേറ്റ് പോകുന്ന ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. വലുതാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ എളുപ്പമെന്നുണ്ടെങ്കിൽ എടുക്കുക. എന്നിട്ട് നമ്മളിതാ ഈ ഒരു ഷേപ്പിൽ ലെറ്ററിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ആക്കുന്ന സമയത്ത് കുറച്ചൊക്കെ പുറത്ത് പോയാലും കുഴപ്പമില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കത്തി വെച്ചിട്ട് പഠിച്ച് ഷേപ്പാക്കി എടുക്കുക. അത് ഞാൻ കാണിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ നന്നായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക. ആ പൈപ്പിംഗ് ബാഗ് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് വലുതാവാതെ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ നമുക്ക് ആക്കി കൊടുക്കാനായിട്ട് പറ്റും. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നൊരു മെത്തേഡാണ് കേട്ടോ. പല രീതിയിൽ നമുക്കിത് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ ഒന്നങ്ങ് ടാപ്പ് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എയർ ബബിൾസ് കുടുങ്ങിയിട്ട് ലെറ്റർ കറക്റ്റ് നല്ല ഒരു ഫിനിഷിങ്ങിൽ കിട്ടില്ല. അപ്പോൾ കുറച്ച് അങ്ങനെ ഒഴിച്ചു കൊടുക്കുക, എന്നിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കുക. മൊത്തത്തിലാക്കിയതിന് ശേഷം ടാപ്പ് ചെയ്യാൻ നിന്നാൽ ചിലപ്പോൾ ആദ്യത്തത് ചോക്ലേറ്റ് കോമ്പൗണ്ട് ചോക്ലേറ്റ് അല്ലേ സെറ്റ് ആവാനായിട്ട് തുടങ്ങും. അപ്പം ഇതിലിപ്പോൾ മൊത്തം എല്ലാ ലെറ്ററും വേണമെന്നുണ്ടെങ്കിൽ എല്ലാം ആക്കിയെടുക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എങ്ങനെയാ വെച്ചാൽ ആക്കിയെടുക്കുക. ഇനി നമ്മളിത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഫ്രീസറിലേക്ക് മാറ്റിയിട്ട് ഒരു 5 to 10 മിനിറ്റ് വരെ ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ കറക്റ്റ് സെറ്റായിട്ട് കിട്ടും. ഇപ്പോൾ ഇത് ഫ്രീസറിൽ വെച്ച് സെറ്റാക്കി പുറത്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ 5 മിനിറ്റൊക്കെ പുറത്ത് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇത് ഡിമോൾഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ കുഴപ്പമില്ല, ഒന്ന് ശ്രദ്ധിച്ചെടുത്താൽ മാത്രം മതി. ഇത് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ അടിഭാഗത്ത് നിന്ന് ചെറുതായിട്ടൊന്നങ്ങ് പ്രസ് ചെയ്തിട്ട് മേലെ നിന്ന് ഇങ്ങനെ അങ്ങ് എടുത്താൽ മതി കേട്ടോ. ചിലപ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് ശ്രദ്ധിച്ചെടുക്കണം. ഒരു പ്രാവശ്യമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ആവും, കറക്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാവും. ഇപ്പോൾ കല്ലേക്ക് നല്ല ഒരു ഫിനിഷിങ്ങിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആ ചോക്ലേറ്റ് ഒഴിച്ചിട്ട് കറക്റ്റ് ടാപ്പ് ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് ആ മോൾഡൊന്നും ഇളക്കി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ഫിനിഷിങ്ങിൽ കിട്ടൂല കേട്ടോ. അത് ഞാൻ കാണിക്കാം എങ്ങനെയാണ് വരിക എന്നുള്ളത്. ഇതുപോലെ റെഡിയാക്കിയിട്ടുള്ള ആൽഫബറ്റ്സ് നമുക്ക് എത്ര വേണമെങ്കിലും റെഡിയാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കാം കേട്ടോ. കാരണം അത് കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഇതിനൂടെ മെനക്കിടുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് തോന്നും. അപ്പോൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് കുറച്ച് ചോക്ലേറ്റ് മെൽട്ടാക്കിയിട്ട് ഇതുപോലെ റെഡിയാക്കി ഒരു ബോക്സിലിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള ലെറ്റർ അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് പേരെഴുതാനൊക്കെ എടുത്താൽ മതിയല്ലോ. അത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇതിങ്ങനെ റെഡിയാക്കിയിട്ട് കേക്കിൻ്റെ മുകളിലേക്കൊക്കെ വെച്ചാൽ മെൽട്ടായി പോകുന്ന പ്രശ്നമൊന്നും വരില്ല കേട്ടോ. സെറ്റായി കഴിഞ്ഞാൽ പിന്നെ കറക്റ്റ് തന്നെ ആയിട്ടിരുന്നോളൂ. നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെക്കുക, അതായിരിക്കും നല്ലത്. ഇതിപ്പോൾ നമ്മൾ ആദ്യം മെൽട്ടാക്കി എടുത്തിട്ടുള്ള ആ ഒരു ഡാർക്ക് ചോക്ലേറ്റ് ആണ്. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചോക്ലേറ്റ് മെൽട്ടാക്കിയിട്ട് ആ ഒരു മോൾഡിലേക്ക് എല്ലാം കൂടെ ഒന്നിച്ച് ഒരു സമയത്ത് ഒഴിച്ച് സെറ്റാക്കാൻ പറ്റിയില്ല. പിന്നെ ചോക്ലേറ്റ് പുറത്തിരിക്കുമ്പോൾ കുറച്ചൊരു കട്ടി ഉണ്ടാവും. അപ്പോൾ ആ ഒരു കട്ടിയോട് കൂടെ ചിലപ്പോൾ നമ്മൾ മോൾഡിലേക്ക് ഒഴിച്ചാൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. ഈ ഒരു ലൂസിൽ വേണം ചോക്ലേറ്റ് ഒഴിക്കണം. അതായത് നമ്മൾ മെൽട്ടാക്കി എടുത്തിട്ട് ഒരു 2-3 തവണ സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കുമ്പോഴേക്കും അതിൻ്റെ ചൂട് പാകമായിട്ടുണ്ടാവും. പെട്ടെന്ന് തന്നെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇനി ഇൻ കേസ് ഇത് കട്ട പോലെ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഡബിൾ ബോയിൽ ചെയ്ത മെത്തേഡിലോ അല്ലെങ്കിൽ മൈക്രോവേവിൽ വെച്ചിട്ടോ എങ്ങനെയാണോ മെൽട്ടാക്കിയെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട്, ഒരുപാട് സമയമല്ല, ചെറുതായിട്ട് ഒന്നുകൂടെ ചൂടാക്കി എടുത്താൽ കറക്റ്റ് ഇതുപോലെ തന്നെ നല്ല ലൂസായിട്ട് തന്നെ കിട്ടിക്കോളും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ചിലപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ ആക്കുന്ന സമയത്ത് പൈപ്പിംഗ് ബാഗിൻ്റെ ഹോള് വലുതായിട്ടോ എങ്ങനെയെങ്കിലും ചിലപ്പോൾ ഇതുപോലെയൊക്കെ ഷേപ്പില്ലാത്ത രീതിയിലൊക്കെ കിട്ടും. അങ്ങനെ ആവുന്ന സമയത്ത് ഇപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ,
ഒരു കത്തി വെച്ചിട്ട് അതിൻ്റെ മുകൾ ഭാഗം നന്നായിട്ട് അങ്ങ് വടിച്ചെടുത്താൽ മതി. അപ്പോൾ കറക്റ്റ് ആ ഒരു ഷേപ്പിൽ തന്നെ കിട്ടിക്കോളും. ഇതുപോലെ തന്നെ ആയിക്കോളും. എന്നിട്ട് ഇത് ഫ്രീസറിൽ വെച്ച് സെറ്റാക്കി എടുത്താൽ നമുക്ക് കറക്റ്റായിട്ട് റെഡി ആയിട്ട് കിട്ടും. ചോക്ലേറ്റ് ഇതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇതുപോലെ ടാപ്പ് ചെയ്യേണ്ട കാര്യം മറന്നു പോയതുണ്ട്. ടാപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ലെറ്റർ പുറത്തെടുക്കുന്ന സമയത്ത് ആ ഒരു ഫിനിഷിങ്ങിൻ്റെ പ്രശ്നം വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇതിപ്പോൾ നമ്മൾ ചോക്ലേറ്റ് ഫ്രീസറിൽ വെച്ച് സെറ്റാക്കിയിട്ട് ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഡാർക്ക് ചോക്ലേറ്റ്. ആ ഒരു മോൾഡ് ടാപ്പ് ചെയ്യാൻ വേണ്ടി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചോക്ലേറ്റിൻ്റെ ഉള്ളിലിരിക്കുന്ന സമയത്ത് അതിൽ എയർ ഹോൾസ് കുടുങ്ങാതിരിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ എയർ ഹോൾ അതിൻ്റെ ഉള്ളിൽ പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആയിരിക്കും നമ്മളെ ലെറ്റർ ഒരു ഫിനിഷിങ്ങിൽ ഉണ്ടാവില്ല. ഇനിയൊരു സിലിക്കൻ്റെ മോൾഡ് കൂടെ ഞാൻ പരിചയപ്പെടുത്താം കേട്ടോ. ഇതുപോലത്തെ ഒക്കെ മോൾഡ് നമുക്ക് ഓൺലൈനായിട്ടും കേക്ക് ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഓൺലൈനിലാണ് കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഞാനിപ്പോൾ ഇതും സൂക്കിൽ തന്നെ വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു. ഇതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ പേരൊക്കെ ലെറ്റർ എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റ് മെൽട്ടാക്കി എടുക്കുമല്ലോ. അപ്പോൾ അതിൽ നിന്ന് ബാക്കിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ടാപ്പ് ചെയ്ത് ഫ്രീസറിലിട്ട് വെച്ച് പുറത്തെടുക്കുകയാണെങ്കിൽ നല്ല റോസാപ്പൂവൊക്കെ കിട്ടും. അപ്പോൾ ഒഴിവുള്ള സമയത്തൊക്കെ ഇപ്പോൾ ബാക്കി വരുന്ന ചോക്ലേറ്റ് ഒക്കെ ഉണ്ട്, നമ്മളിപ്പം ലെറ്റർ എഴുതാൻ വേണ്ടി എടുത്ത ചോക്ലേറ്റ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലെ ആക്കി ഒന്ന് ടാപ്പ് ചെയ്ത് ഫ്രീസറിൽ വെക്കുക. എന്നിട്ട് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞ് ഫ്രീസറിൽ നിന്ന് പുറത്തെടുക്കുകയാണെങ്കിൽ ഇതുപോലെ കിട്ടും നമുക്ക്. ഇത് ഈസി ആയിട്ട് തന്നെ പുറത്തേക്ക് എടുക്കാനായിട്ട് പറ്റും. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്കിത് എങ്ങനെയാണ് കിട്ടുക. എടുക്കുന്ന സമയത്ത് കണ്ടു ഇതിൻ്റെ മുകൾ ഭാഗം നല്ല പൂ പോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മാത്രം കേട്ടോ. ഇനി വേണമെന്നുണ്ടെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് മെൽട്ടാക്കിയിട്ട് അതിൽ ഇഷ്ടപ്പെട്ട കളർ മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല കളറിലുള്ള പൂവ് ഉണ്ടാക്കാം. ഇത് ഞാൻ വൈറ്റ് ചോക്ലേറ്റ് മെൽട്ടാക്കിയിട്ട് അതിൽ കുറച്ചൊരു യെല്ലോ കളർ മിക്സ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ കുറച്ച് കൂടുതലൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു കേക്ക് ഉണ്ടാക്കേണ്ട സാഹചര്യമൊക്കെ വരുന്ന സമയത്തൊക്കെ എളുപ്പമായിരിക്കും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കൂടുതലൊക്കെ ആക്കിയിട്ട് നല്ലൊരു ബോക്സിലാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കാം. ഇതിപ്പോൾ കേക്കിൻ്റെ മുകളിലേക്ക് വെക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല. സിമ്പിളാണ്. നമ്മൾ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ട് വിപ്പിംഗ് ക്രീം കൊണ്ട് ഐസിങ് ചെയ്തിട്ടുള്ള കേക്കിൻ്റെ മുകളിലേക്ക് ഏത് രീതിയിലാണ് നമുക്ക് അറേഞ്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ അങ്ങ് എടുത്ത് വെച്ച് കൊടുത്താൽ മതി. കറക്റ്റായിട്ട് അവിടെ ഇരുന്നോളൂ. അപ്പം ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടാകും. കുറേ ആളുകൾക്ക് അറിയുന്നത് തന്നെയായിരിക്കും. എന്നാലും ഈ ഒരു രീതി നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഇനി ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് വെക്കുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. താങ്ക്